കശ്മീരിലുണ്ടായ ഭീകരാക്രമണത്തിന് ശേഷം നോക്കൂ, എത്രയോ ഭീകരാക്രമണങ്ങളെ നമ്മൾ കണ്ടിട്ടുണ്ട്, എത്രയോ വംശീയമായ ആക്രമണങ്ങളെ, എത്രയോ രക്തച്ചൊരിച്ചിലുകളെ കണ്ടുകൊണ്ടിരുന്നുമാണ് ഈ രാജ്യം മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ പക്ഷേ പൊടുന്നനെ നോക്കൂ, അത് അങ്ങേയറ്റത്തെ വിഭജനത്തിനുള്ള ഒരു മാർഗ്ഗമായിട്ട് കണ്ടിരിക്കുന്നു കുറേ ആളുകൾ. നമ്മുടെ രാജ്യം നേരിട്ടൊരു ആക്രമണത്തിന് നമ്മൾ ഒറ്റക്കെട്ടായി പ്രതിരോധിക്കണമെന്ന് മാത്രമല്ല, നമ്മുടെ അകത്ത് തന്നെ ആളുകളെ രണ്ടായി തിരിക്കുകയാണ്. നമ്മുടെ അകത്ത് തന്നെ രാജ്യത്തിൻ്റെ ശത്രുക്കളായത് ഇവിടെ കുറച്ച് പേർ എന്ന് വെച്ചാൽ മുസ്ലിം ഐഡൻറ്റിറ്റിക്ക് നേരെയുള്ള ആക്രമണത്തിൻ്റെ മാർഗ്ഗമാക്കി തിരിച്ചിരിക്കുന്നു. ഈ മതമാണ് പ്രശ്നം, ഈ മതം ആക്രമിക്കപ്പെടേണ്ടതാണ്, ഈ മതം മാറ്റി നിർത്തപ്പെടേണ്ടതാണ്, ഈ മതമാണ് കുഴപ്പം. പരിധി കവിഞ്ഞ് എന്തും എഴുതാമെന്നല്ല ഈ ദിവസം ഇന്ന് ഈ കേരളത്തിലുണ്ട്. നിങ്ങൾ വായിച്ചു നോക്ക്. രക്തം കൊണ്ട് പുഴ ഒഴുക്കണമെന്ന് പറയുന്ന, ആഖിറത്തിൽ വിശ്വസിക്കുന്ന, മരണശേഷമുള്ള ജീവിതത്തിൽ വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രമാണ് കുഴപ്പം. ഓരോ മുസ്ലിമിലും ഒരു പൊട്ടൻഷ്യൽ ജിഹാദി ഉണ്ടെന്ന് എഴുതി വെച്ചിരിക്കുന്നു. യുക്തിവാദിയാണെന്ന് അവകാശപ്പെടുന്ന ഒരു സംഘപരിവാർ നേതാവ്, അല്ല ഒരു പിന്തുടർച്ചക്കാരൻ. ഇത്തരം വർഗീയവാദികൾക്ക് പരിധിയിൽ കവിഞ്ഞ് ഏത് നിലയ്ക്കുള്ള വെറുപ്പും എഴുതാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇന്ന് രൂപപ്പെട്ടിരിക്കുന്നത്. അതിന് നമ്മളെന്തിനാണ് വകവെച്ച് കൊടുക്കുന്നത്? ഒരു ടെററിസ്റ്റ് അറ്റാക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് മറുപടി പറയാനായിട്ട് ഭരണകൂടമുണ്ട്, ഭരണകൂടത്തിന് നിയമപരമായ വഴികളുണ്ട്. അതിൻ്റെ മറപിടിച്ച് സകല മനുഷ്യർക്കുമെതിരെ വെറുപ്പ് തുപ്പാൻ കഴിയും എന്ന സാഹചര്യം ഇവിടെ ഉണ്ടാക്കിയാൽ അത് ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റ് എന്തായിരിക്കും, അത് ഉണ്ടാക്കാൻ പോകുന്ന തുടർച്ച എന്തായിരിക്കും? ഇതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. നമ്മൾ അവിടെ കാണണം. ശരിയാണ്, അവിടെ ഉണ്ടായിട്ടുള്ള സംഭവം നിർഭാഗ്യകരം. മതം ചോദിച്ച് വെടിവെച്ചുവെന്ന് ഒരാൾ മാധ്യമങ്ങളോട് പറയുന്നുണ്ട്. പക്ഷേ അവിടെ വീണുപോയ എൻ്റെ ഭർത്താവ് എന്നെ വെടിയേറ്റ് വീണപ്പോൾ ഞങ്ങളെ രക്ഷിച്ചു കൊണ്ടുപോയ ആളുകൾ ഇസ്ലാമിക പ്രാർത്ഥനാ മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് അവരാണ് ഞങ്ങളെ ഓടിച്ചു കൊണ്ടുപോയത്. അവിടെ കൊല്ലപ്പെട്ട ഒരു മുസ്ലിം പേരുള്ള ഒരാളുണ്ട്. അയാളെങ്ങനെ കൊല്ലപ്പെട്ടത്? അയാൾ അവിടുത്തെ ഒരു ലോക്കലാണ്, ടൂറിസ്റ്റുമായി ബന്ധപ്പെട്ട ഓപ്പറേഷനോ ഒരു കുതിര സവാരിയോ മറ്റോ നടത്തുന്ന ആളാണ്. അയാൾ ഈ പറയുന്ന തീവ്രവാദികൾക്കിടയിലേക്ക് ചാടി വീണവരെ രക്ഷിക്കാൻ ശ്രമിക്കുന്നിടയ്ക്ക് അവരുടെ വെടികൊണ്ട് മരിച്ച ആളാണ്. അപ്പോൾ മതത്തിൻ്റെ കാര്യം പറയുമ്പോൾ രക്ഷപ്പെടുത്തിയവരിൽ ഒന്നിലധികം ആളുകൾ സാക്ഷിമൊഴി പറഞ്ഞു ഞങ്ങളെ എടുത്തുകൊണ്ട് പോയത് അവിടുത്തെ ലോക്കൽ മുസ്ലിംസാണ്. അപ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന എല്ലാ മുസ്ലിങ്ങളുടെ മതവും മൊത്തം കുഴപ്പമാണെങ്കിൽ എന്തിനാണ് ഈ പറഞ്ഞ ആളുകൾ എങ്ങനെ രക്ഷിക്കും? അപ്പോൾ ഇതിനെ രാജ്യത്തിന് നേരെ നടന്ന ഒരു ആക്രമണം നിലയ്ക്കുള്ള ദേശീയ വികാരത്തിനപ്പുറത്തേക്ക് നമ്മുടെ ആഭ്യന്തര മതശത്രുക്കളെ എങ്ങനെ വകവരുത്താനുള്ള ഉപാധിയാക്കാം എന്നാലോചിക്കുന്നുണ്ട്. അത് ആത്മാർത്ഥമായ ദേശസ്നേഹമൊന്നുമല്ല, അത് ഉള്ളിലുള്ള വെറുപ്പാണ്. ആ വെറുപ്പ് തുപ്പാനുള്ള മാർഗ്ഗമായിട്ട് പലരും, ഇന്നലെ വരെ പറയാതിരുന്ന പലരും ഇന്നിപ്പോൾ അത് പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് രാജ്യം ആക്രമിക്കപ്പെടുന്നതിന് അതിൻ്റെ ശരിയായ രീതിയിലുള്ള മറുപടി കൊടുക്കാൻ നമ്മുടെ ഒരു ഭരണകൂടമുണ്ട്. നിയമപരമായ വഴിയിൽ നമ്മളൊരു സൈന്യത്തെ കൊണ്ടു നടക്കുന്നുണ്ട്. അതിനപ്പുറം സകലർക്കും കുറേ പേര് ഇപ്പോൾ ഇവിടുന്ന് ശാരദാപീഠത്തിലേക്ക് പോവുകയാണ്, 100 ബുള്ളറ്റുമായിട്ട് തിരിച്ചു വരില്ല എന്ന് ഉറപ്പുമായിട്ട്. ഇതൊക്കെ എന്താണ്? ഇത് ഈ രാജ്യം ആദ്യമായിട്ടാണോ ഇത്തരം ആക്രമണങ്ങൾ കാണുന്നത്? എത്രയധികം ആക്രമണങ്ങൾ നമ്മൾ കാണുന്നു. ഈ രാജ്യത്തിനകത്ത് എന്തെല്ലാം കലാപങ്ങൾ, എത്രയെല്ലാം മനുഷ്യന്മാർ കൊല്ലപ്പെടുന്നു. അതിനെല്ലാം ഒരു പ്രോപ്പർ വേ ഉണ്ടാവണം. അല്ലാതെ സകലരും വികാരജീവികളായി പ്രതികാരം നിർവഹിക്കാനുള്ള ആവേശത്തിൽ എടുത്തു ചാടാൻ തുടങ്ങിയാൽ, അവരെല്ലാവരും അവരവരുടെ ശത്രുക്കളെ സ്വയം മാർക്ക് ചെയ്ത് പണിക്കിറങ്ങിയാൽ പിന്നെ ഈ നാട് ബാക്കിയുണ്ടാവില്ല എന്ന കാര്യങ്ങൾ നമ്മൾ ഓർമ്മ വയ്ക്കണം.